ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട അപ്പമാണ് ദിവ്യകാരുണ്യമേ ആരാധന. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യമേ ആരാധന. നിന്നെ മാടി വിളിക്കുന്നു ദിവ്യകാരുണ്യമേ ആരാധന. പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് പ്രകാരമാണ്, മകനെ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത് നിത്യവും നമ്മോട് കൂടെ ഇരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇതാ അവിടുന്ന് ഈ സമയം നമ്മോടൊപ്പമാണ്. വിശ്വാസത്തോടുകൂടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പ്രവാചകൻ പറയുന്നത് പ്രകാരമാണ്, നിൻ്റെ കൂടെ ദൈവം ഒരു വീരയോദ്ധാവിനെ പോലെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം, പ്രതിസന്ധികളുണ്ടാവാം. കർത്താവ് വീരയോദ്ധാവിനെ പോലെ സകലത്തിനെയും ജയിച്ച് അവിടുന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പ്രകാരമാണ്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ച കർത്താവ് ഇതാ ദിവ്യകാരുണ്യമായി നിനക്ക് ജീവൻ പകരുന്ന അപ്പമായി മുന്നിലായിരിക്കുന്നു. അവിടുന്ന് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് ഗായക സംഘത്തോട് ചേർന്ന് സ്തുതിപ്പിൻ്റെ ആരാധനയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് മഹത്വപ്പെടുത്താം. ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് പ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ വേറെ ഏത് ദൈവമുള്ള ശ്രേഷ്ഠ ജനതയുണ്ട് നമ്മെപ്പോലെ? ഏറ്റവും ശ്രേഷ്ഠമായ ജനതയാണ് നാം. കാരണം നമ്മോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് കർത്താവായ ദൈവം. ഈശോയെ, നിൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങളിതാ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രകാരം, ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം സ്നേഹിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ദിവ്യ സ്നേഹമേ ആരാധന എന്ന് പാടിക്കൊണ്ട് നമ്മുടെ കരങ്ങൾ തുറന്ന് കർത്താവിൻ്റെ പക്കലേക്ക് നീ മാത്രമായ സഹായമുള്ള ഈ ജനത്തിന് ഇതാ നീ നിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ദിവ്യ സ്നേഹമേ ആരാധന, ദിവ്യ സ്നേഹമേ ആരാധന, ദിവ്യ സ്നേഹമേ ആരാധന, ദിവ്യ സ്നേഹമേ ആരാധന.
സൗഖ്യം നൽകേണമേ നാഥ നസ്രായൻ യേശുവേ. കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അണയാം. അവിടുന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് പ്രകാരം, ഹൃദയം നുറങ്ങിയവൻ്റെ പ്രാർത്ഥന കർത്താവായ ദൈവം കേൾക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്, നിൻ്റെ ജീവിതത്തിൽ എത്രയോ ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മനുഷ്യന് മാറ്റാൻ കഴിയാത്ത പ്രതിസന്ധികളുണ്ട്. ഇതാ കർത്താവ് പറയുന്നത് പ്രകാരമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടാവും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി കർത്താവായ ദൈവം മാറ്റും. സന്തോഷമാക്കി ഞങ്ങളുടെ ദുഃഖങ്ങളെയും മാറ്റണമേ, സൗഖ്യമായി ഞങ്ങളുടെ രോഗങ്ങളെയും നീക്കണമേ, അസ്വസ്ഥതകളെ അവിടുന്ന് മാറ്റണമേ, പ്രതിസന്ധികളെ തടസ്സങ്ങളെ എല്ലാം അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ, ദിവ്യകാരുണ്യമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. സൗഖ്യം നൽകേണമേ നാഥ നസ്രായൻ യേശുവേ. സൗഖ്യം നൽകേണമേ നാഥ നസ്രായൻ യേശുവേ. അന്ധനായ ബർത്തമേവൂസ് വിളിച്ച് പ്രാർത്ഥിച്ചു. അവന് മറ്റൊന്നും ആവശ്യമില്ല, അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം എന്നത് മാത്രമാണ്. ശിഷ്യന്മാർ അവനെ വിലക്കി, മിണ്ടരുത്, നാഥനാണ് കടന്നു പോകുന്നത് എന്ന് അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിലാണ് സ്വരമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. മനോനിശ്ചയത്തോടുകൂടെ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് കേൾക്കും എന്ന് അന്ധനായ ബർത്തമേവൂസിന് അറിയാമായിരുന്നു. നിന്റെ കണ്ണ് വെളിച്ചമുള്ളതാണ്, പക്ഷെ പലതും നീ കാണുന്നില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ദൈവമേ, എനിക്കും ആ വിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ, ഞെരുക്കങ്ങളിൽ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ അസ്വസ്ഥതകളിൽ എല്ലാം ഇപ്രകാരം തുറന്ന് പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടുകൂടെ നിൻ്റെ ശക്തി എനിക്ക് കിട്ടും എന്ന ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ ഈ രോഗത്തെ നീക്കാൻ, എൻ്റെ അസ്വസ്ഥത നീക്കാൻ, എൻ്റെ ഗഡ്സമേൻ അനുഭവങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കാൻ എനിക്ക് സാധിക്കും. നമുക്കൊരുമിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചാലപിക്കാം. ദാവീദിൻ സുതനേ എന്നിൽ കനിവാകേണമേ. ചേർന്ന് പാടാം നമുക്ക്. ദാവീദിൻ സുതനേ എന്നിൽ കനിവാകേണമേ. വെറുപ്പും നിരാശയും അകറ്റേണമേ, തഴക്കദോഷങ്ങളും നീക്കേണമേ. വെറുപ്പും നിരാശയും അകറ്റേണമേ, തഴക്കദോഷങ്ങളും നീക്കേണമേ. ശുദ്ധീകരിക്കുന്നവൻ്റെ മുന്നിലാണ് നാം ആയിരിക്കുന്നത്. തളർവാദ രോഗി എത്രയോ വർഷം ഈ തളർവാദം പിടിപെട്ട് കിടന്നു. അവസാനം യേശു അവൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ അവനോട് ആദ്യം പറയുന്നത്, നിന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചിരിക്കുന്നു എന്നത്രേ. ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും അവശേഷിക്കുന്നില്ലേ? കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ നിഗൂഢമായ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അവിടുന്ന്. കർത്താവായ ദൈവമേ, എൻ്റെ മനസ്സറിയുന്ന അവിടുന്ന്, എൻ്റെ അകം വെളിപ്പെടുത്തുന്ന അവിടുന്ന് എൻ്റെ മുന്നിലുള്ളപ്പോൾ ഞാൻ എന്താണ് മറച്ചു വയ്ക്കാനുള്ളത്? ഞാനും എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുന്നു. എൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി, സമാധാനമായി, ശാന്തിയായി ഈശോയെ കടന്നു വരണമേ. ഈ പാപത്തിൻ്റെ ദുഃഖവും ഭാരവും പേറിക്കൊണ്ട് എത്രയോ നാളായി ഞാൻ നടക്കുന്നു. നിൻ്റെ പക്കലൊന്നും ഏറ്റു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈശോ, ഈ സമയം അവിടുന്ന് എനിക്ക് ഈ വരം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകേണമേ യേശുവേ. ഈ പാപിയുടെ മേൽ നീ കനിവാകണമേ എന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം നൽകേണമേ യേശുവേ. ഈ ദാസന്റെ മേൽ നിന്റെ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദാവീദിൻ സുതനേ എന്നിൽ
ചേർന്ന് പാടാം. ദാവീദിൻ സുതനേ, എന്നിൽ അലിവാകേണമേ. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം മുതൽ കർത്താവ് ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അനന്തരം അവൻ അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. കർത്താവ് തൻ്റെ ശരീരം മുറിച്ചത് നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വചനം പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവനുണ്ടാവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. കാരണം ദുഃഖം അനുഭവിച്ചവനാണ് കർത്താവ്. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം മുതൽ വായിക്കുമ്പോൾ കർത്താവായ യേശു ഗത്സമേനിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, ഗത്സമേൻ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്രകാരം പെരുമാറണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ചിലപ്പോൾ വീട്ടിൽ ഒറ്റക്കായിരിക്കാം, നാം ഓഫീസിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നാം വിലയില്ലാതായി പോയിട്ടുണ്ടാവാം. എങ്കിലും കർത്താവിൻ്റെ പക്കൽ നിനക്ക് വിലയുണ്ട്. നീ ഏറ്റവും ശ്രേഷ്ഠനാണ്, നീ ഏറ്റവും മഹോന്നതനാണ്. എഫേസുസർക്ക് ലേഖനത്തിൽ കർത്താവ് പറയുന്നത് പ്രകാരമാണ്, നിന്നെ ദൈവമായ കർത്താവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 10-ാമത്തെ വാക്യം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ചില സത്പ്രവർത്തികൾക്ക് വേണ്ടി നിന്നെ അവിടുന്ന് യേശു ക്രിസ്തുവിൽ വീണ്ടെടുത്തിരിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ സമയം ഈ നല്ല ചിന്തകളെ കൊണ്ട് എന്നെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് ആരാധന അർപ്പിക്കുന്നു. ഈശോയെ, നിൻ്റെ സഹായം ധാരാളമായി ഈ മകൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവേ, സ്വതന്ത്രമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗത്സമേൻ തോട്ടത്തിലേകനായ അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ദുഃഖഭാരങ്ങളുടെ നടുവിൽ ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കൃപകളും വരങ്ങളും ചൊരിയണമേ. കണ്ണുനീർ വാർത്തു കരയുന്ന ഈ മക്കളുടെ മേൽ നിന്റെ ശക്തി നിറയ്ക്കണമേ. യേശുക്രിസ്തു ഒരു കല്ലേറ് ദൂരം മാറി ശിഷ്യന്മാരിൽ നിന്ന് അകന്ന് ഏകനായി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറ്റപ്പെടുന്നു. അത്രത്തോളം ഹൃദയം വ്യഥ അനുഭവിച്ചിരിക്കുന്ന സമയമാണ്. ഈ വ്യഥയുടെ സമയം കർത്താവായ ദൈവം പിതാവിനോട് പരാതി പറയുകയല്ല ചെയ്യുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ പോലും നിന്റെ ഇഷ്ടം നിറവേറണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ ഇഷ്ടം അനേകരുടെ മോചനമാണെന്നും രക്ഷയാണെന്നും ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടി സ്വയം ഇല്ലാതായ കർത്താവെ, എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഗത്സമേൻ അനുഭവങ്ങൾ നിന്റെ സന്നിധിയിൽ ഇതാ കാഴ്ചവെക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ നിന്നും മാറി ഏകനായി പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ് പത്രോസ് ഇതാ മാറിക്കിടന്നുറങ്ങുന്നു. എങ്കിലും പിതാവായ ദൈവം നിന്നെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ്. അവൻ ഇപ്പോഴും ഉണർന്നിരിക്കുന്നു. ഒരു കല്ലിന്മേൽ മുട്ടുകുത്തി തലചായ്ച്ച് ഉണർന്നിരിക്കുന്ന പിതാവിനോട് അവൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഞാനിതാ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മുടെ രോഗങ്ങളോട് നമുക്ക് പറയാം, ഞാനിത് നിന്റെ ഇഷ്ടമാണെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എൻ്റെ മക്കൾ ചിലപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, എൻ്റെ ഈ സഹനത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പരാതി കൂടാതെ നിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുക. ഈശോയെ, നീ അത് ഏറ്റെടുത്തപ്പോൾ ലോകത്തിന് മുഴുവനും രക്ഷയായിരുന്നല്ലോ. ഈ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ മേൽ ശക്തിപ്പെടുത്തിയ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു
നിറയേണമേ. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ദുഃഖത്തിലാണ്ടു പോകുമ്പോൾ, നിരാശയിൽ വീണു പോകുമ്പോൾ, ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെയും ശക്തിപ്പെടുത്തി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ആവർത്തിച്ചാലപിക്കാം. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങൾ കർത്താവായ ദൈവം ആദ്യം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഈശോയെ, ഗെത്സമേൻ തോട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ കൂടെ ഒത്തിരിയേറെ വ്യക്തികളുണ്ടെങ്കിലും ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ കർത്താവെ നീ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഞാനിതാ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ സ്വന്തപ്പെട്ടവരും എൻ്റെ വിലപ്പെട്ടവരും ഞാൻ വളർത്തിയവരുമെല്ലാം ഒരു കല്ലേറ് ദൂരം മാറിക്കിടന്ന് ഉറങ്ങുകയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കണം കർത്താവെ. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്രകാരം വചനത്തിൽ, നിങ്ങൾ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകന്നുപോകും. ദൈവമേ, നിന്റെ സ്നേഹത്തിൽ എന്നും നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മാത്രം മതി. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, കാരണം കർത്താവിൻ്റെ ബലം എൻ്റെ ബലഹീനതയിലാണ് പ്രവർത്തിക്കുന്നത്. ഈശോയെ, തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുന്ന കർത്താവേ, സാന്ത്വനപ്പെടുത്തുന്ന ദൈവമേ, ആശ്വസിപ്പിക്കുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ചെറുപാടാണ്. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. അഗ്നിനാവാലെ കുളിരേകും കാറ്റാലെ മാടപ്പിറാവായി പറന്നിറങ്ങൂ. മോശയ്ക്ക് കർത്താവായ ദൈവം അഗ്നിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അഗ്നിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മോശയോട് കർത്താവ് പറയുന്നത് പ്രകാരമാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ നിൽക്കുന്ന വീട് പരിശുദ്ധമാണ്. നിന്റെ ശരീരം പരിശുദ്ധമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മോട് പറയുന്നത് പ്രകാരമാണ്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ കൊണ്ട് എന്തെല്ലാം തിന്മകൾ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എല്ലാം കർത്താവിന് കൊടുക്കാനുള്ള സമയമാണ്. അവിടുന്ന് പറയുന്നത് പ്രകാരമാണ്, നിന്നെ നാശത്തിലേക്ക് നിബന്ധിപ്പിക്കുന്നവനല്ല ഞാൻ, മറിച്ച് നാശത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്നവനാണ് ഞാൻ. ദൈവം ആഗ്രഹിക്കുന്നത് പാപിയുടെ നാശമല്ല, മറിച്ച് പാപിയുടെ തിരിച്ചുവരവാണ്. അതുകൊണ്ട് അവിടുത്തെ ആദ്യ പ്രസംഗം തന്നെ തുടങ്ങുന്ന പ്രകാരമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഈശോയെ, ഞാനിതാ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു, എന്നെ അതിനായി അഭിഷേകം ചെയ്തയക്കണമേ. മോശയ്ക്ക് അവിടുന്ന് തീയുടെ രൂപത്തിൽ പ്രത്യക്ഷ ദർശനം നൽകിയതുപോലെ ശ്ലീഹാന്മാരുടെ ശിരസിന് മുകളിൽ തീനാവായി അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇസ്രായേൽ ജനത്തിന് മേഘത്തൂണായും അഗ്നിസ്തംഭമായും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അവിടുന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്നെ അഭിഷേകം ചെയ്തതുപോലെ ഈ മകനെയും ഈ മകളെയും അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിച്ച് ഈശോയോട് അപേക്ഷിക്കാം. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. സകല തിന്മകളും വിട്ടുകൊടുത്തുകൊണ്ട്
അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. സകല ദുഃഖഭാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. എത്രയോ പേർ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന സമയമാണിത്, ഭീതിയിലാകപ്പെട്ടിരിക്കുന്ന സമയമാണിത്. ഇതാ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്, എന്തിന് നീ ഭയപ്പെടണം? ശിഷ്യന്മാർ നടുക്കടലിലൂടെ യാത്രയാകുമ്പോൾ കപ്പലിളകുകയും പ്രതികൂലമായ കാലാവസ്ഥ നേരിടുകയും ചെയ്തപ്പോൾ കർത്താവ് കാൽനടയായി ഇതാ കടലിന് മീതെ വന്നിട്ട് പറയുന്നത്, ഭയപ്പെടാതിരിക്കുവിൻ, ഇത് ഞാൻ തന്നെയാണ്. നിന്നോടും പറയുന്ന ഇപ്രകാരമല്ലേ, നീ ശാന്തനാകുക. നിന്റെ രോഗങ്ങളെ പ്രതി, നിന്റെ ഇല്ലായ്മയെ പ്രതി, നിന്റെ സാമ്പത്തിക പ്രശ്നത്തെ പ്രതി, നഷ്ടപ്പെട്ട ജോലിയെ പ്രതി, നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വിവാഹപരമായിട്ടുള്ള തകർച്ചയെ പ്രതി, മക്കളില്ലാത്തതിനെ പ്രതി നീ ഇപ്പോൾ ഒത്തിരിയേറെ കലുഷിതമായി നിൽക്കുന്ന അവസരമാണ്. അവിടുന്ന് പറയുന്നു, നീ ശാന്തനാകുക, ശാന്തനാകുക. കർത്താവായ ദൈവം പറയുന്നത്, എൻ്റെ ആത്മാവിനാൽ നീ അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന്. ഈശോയെ, നിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഈ ദുഃഖിതനെ, ഈ വിഷമത്തിൽ പ്രതിസന്ധിയിൽ കഴിയുന്ന ഈ സഹോദരിയെ, സഹോദരനെ. ദൈവമായ കർത്താവെ, നിന്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ ആഗ്രഹവും നിന്റെ സന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ചേർന്ന് പാടാം. അഭിഷേകത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. അഗ്നിനാവാലെ കുളിരേകും കാറ്റാലെ മാടപ്പിറാവായി പറന്നിറങ്ങൂ. അഗ്നിനാവാലെ കുളിരേകും കാറ്റാലെ മാടപ്പിറാവായി പറന്നിറങ്ങൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. ദൈവമേ, എൻ്റെ രോഗങ്ങളിൽ ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ദുഃഖങ്ങളിൽ ഞാനിതാ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം. രാജാതിരാജനായ ദൈവമേ, സ്തുതികളർപ്പിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നിൽ ജീവനായി നീ വരണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ കഷ്ടതകൾ കാണുന്ന, അലച്ചിലുകളെണ്ണുന്ന, കണ്ണീരെല്ലാം ഒപ്പുന്ന ദൈവമേ, ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. എൻ്റെ കഷ്ടതകൾ കാണുന്ന, അലച്ചിലുകളെണ്ണുന്ന, കണ്ണീരെല്ലാം ഒപ്പുന്ന ദൈവമേ, ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, നിങ്ങൾക്ക് ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല, കാരണം നിങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ നിങ്ങൾ പിതാവിനോട് ചോദിച്ചിട്ടില്ല. യേശു പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പുത്രനായ യേശുവിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ചോദിക്കുന്ന ഏവനും നൽകപ്പെടും, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടും. നിന്റെ കഷ്ടതകൾ അറിയുന്നവനാണ് അവിടുന്ന്, നിന്റെ ദുഃഖങ്ങൾ അറിയുന്നവനാണ് അവിടുന്ന്, നിന്റെ കുറവുകൾ അറിയുന്നവനാണ് അവിടുന്ന്. അവിടുന്ന് ഗെത്സമേൻ അനുഭവത്തിലൂടെ കടന്നുപോയി, ഒറ്റപ്പെട്ടു, മുൾമുടി ധാരണം അവനുണ്ടായി, അവസാനം കുരിശിലേറി അവൻ മരണമടയും. കർത്താവായ യേശുവേ, ഇതാ ഞങ്ങളും നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഒറ്റപ്പെട്ട്, മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തപ്പെട്ട്, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട്, രോഗങ്ങളാൽ നിരാശയിലകപ്പെട്ട് ഞങ്ങളിത് നിൽക്കുന്നു.
എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്ന്, നിൻ്റെ ശക്തിയിൽ ഞാൻ സുരക്ഷിതയാണെന്ന്. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം, ഞാൻ നിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. എൻ്റെ കഷ്ടതകൾ കാണുന്ന, അലച്ചിലുകൾ എണ്ണുന്ന, കണ്ണീരെല്ലാം ഒപ്പുന്ന ദൈവമേ, ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. ചേർന്ന് പാടാം. എൻ്റെ കഷ്ടതകൾ കാണുന്ന, അലച്ചിലുകൾ എണ്ണുന്ന, കണ്ണീരെല്ലാം ഒപ്പുന്ന ദൈവമേ, ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. ആ കരങ്ങളിൽ ഞാനെന്നും സുരക്ഷിതനല്ലോ. യേശുവേ, നീ മാത്രമാണെൻ്റെ സഹായം, നീയല്ലാതെ മറ്റൊരു സഹായകൻ എനിക്കില്ല ദൈവമേ. വചനം പറയുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ ആവശ്യങ്ങളെയും യാചനകളെയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒരുമിച്ച് ആലപിക്കാം. നീയാണ് ഭയം യേശുവേ, നീ മാത്രമാണെൻ ആശ്രയം. പൂർണ്ണമായ ആശ്രയത്തോടുകൂടെ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന പ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മുഴു ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. നമുക്ക് പറയാം, നീ മാത്രമാണ് എൻ്റെ സഹായം. നീയാണ് ഭയം യേശുവേ, നീ മാത്രമാണ് ആശ്രയം. ചേർന്ന് പാടാം. നീയാണ് ഭയം യേശുവേ, നീ മാത്രമാണ് ആശ്രയം. സാറ ഇപ്രകാരം പ്രാർത്ഥിച്ചില്ലേ, ഈ മനോദുഃഖത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തോബിയാസിലൂടെ കർത്താവ് അത് സാധിക്കുകയും ചെയ്തു. കുടുംബത്തിന് സംരക്ഷകമായി റാഫേൽ മാലാഖയെ നൽകുകയും ചെയ്തു. പ്രകാരം നമുക്കും പറയാം, ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. നീയാണ് ഭയം യേശുവേ, നീ മാത്രമാണ് ആശ്രയം. നീയാണ് ഭയം യേശുവേ, നീ മാത്രമാണ് ആശ്രയം. പാവനാത്മാവേ, ജീവദാതാവേ, പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ. ചേർന്ന് പാടാം. പാവനാത്മാവേ, ജീവദാതാവേ, പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ. ശുദ്ധരാക്കണമേ, ശക്തരാക്കണമേ, അഭിഷേകാഗ്നിയാൽ അയച്ചിടേണമേ. ശുദ്ധരാക്കണമേ, ശക്തരാക്കണമേ, അഭിഷേകാഗ്നിയാൽ അയച്ചിടേണമേ. പാവനാത്മാവേ, ജീവദാതാവേ, പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ. ശുദ്ധരാക്കണമേ, ശക്തരാക്കണമേ, അഭിഷേകാഗ്നിയാൽ നയിച്ചിടേണമേ. പാവനാത്മാവേ, ജീവദാതാവേ, പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ.
ശുദ്ധരാക്കണമേ ശക്തരാക്കണമേ അഭിഷേകാഗ്നിയാൽ നിറച്ചിടേണമേ പാവനാത്മാവേ ജീവദാതാവേ പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ ശുദ്ധരാക്കണമേ ശക്തരാക്കണമേ അഭിഷേകാഗ്നിയാൽ നിറച്ചിടേണമേ പാവനാത്മാവേ ജീവദാതാവേ പറന്നിറങ്ങണമേ ഈ സമൂഹത്തിൽ ശുദ്ധരാക്കണമേ ശക്തരാക്കണമേ അഭിഷേകാഗ്നിയാൽ നിറച്ചിടേണമേ